രാജസ്ഥാൻ റോഡ് ട്രിപ്പ് സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്നത്തെ ടാർഗറ്റ് രാജസ്ഥാനിലെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഉദയ്പൂരാണ്. ഉദയ്പൂർ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ലേക്സ് എന്നാണ്. ലേക്ക് പിച്ചോല, ഫത്തേഹ് സാഗർ ലേക്ക് ഇങ്ങനെ 2 തടാകങ്ങളുടെ ചുറ്റുമായിട്ടാണ് ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ആലപ്പുഴ പോലെ ഇത് വെനിസ് ഓഫ് ദി ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഞങ്ങളുടെ ദിവസം തുടങ്ങിയത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. ICHന് ഇൻഡോറിൽ 5 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതിൽ DIG ഓഫീസ് കമ്പൗണ്ടിലുള്ള ICHലോട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളായിരുന്നു അവിടുത്തെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദോശ, സിംഗിൾ ഡിപ്പ് ഇഡ്ലി, 2 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഓരോ കോഫി വെച്ച് കുടിച്ചു. എല്ലാം നല്ല ഫ്രഷും നല്ല ടേസ്റ്റിയുമായിരുന്നു. കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ഓണസദ്യയ്ക്കുള്ള ബുക്കിംഗ് തുടങ്ങിയെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫും എല്ലാം മലയാളികളായിരുന്നു. ഇൻഡോറിൽ നിന്നും 400 കിലോമീറ്റർ അകലെയാണ് ഉദയ്പൂർ. 8.5 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്സ് കാണിച്ചത്. 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡോറിൽ നിന്നും ഇറങ്ങി. ആദ്യത്തെ ഒരു 3 മണിക്കൂർ നല്ല 4 ലൈൻ ആയിരുന്നു. ലഞ്ചപ്പോൾ ഉദയ്പൂർ എത്തി കഴിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രത്ലം എന്ന സ്ഥലം കഴിഞ്ഞതോടെ റോഡ് പയ്യെ 2 ലൈനിലോട്ട് മാറി. ഉദയ്പൂർ എത്തുന്നതുവരെ 2 ലൈൻ തന്നെയായിരുന്നു. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഗ്രാമങ്ങളിലൂടെയായിരുന്നു ബാക്കിയുള്ള യാത്ര. വളരെയധികം ഭംഗിയുള്ള റൂട്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയും കിട്ടുന്നുണ്ടായിരുന്നു. പോകുന്ന വഴി മൊത്തം കൃഷിസ്ഥലം. അവിടുത്തെ ലോക്കൽ ഡ്രസ്സും തൊപ്പിയും വെച്ച ആട്ടിടയന്മാരെയും കണ്ടു. 12 മണിയായപ്പോൾ മാഹി റിവറിൻ്റെ അടുത്തെത്തി. ആ സ്പോട്ടിൽ കൂടിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഒരു ബ്രേക്ക് എടുത്തേക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും എടുത്തു. ഔറംഗാബാദ് ഇൻഡോർ റൂട്ട് പോലെ തന്നെ പോകുന്ന വഴി നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. റോഡ് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് പാക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ അത് വളരെയധികം സഹായിക്കും. ആൽമണ്ട്സ്, വാൾനട്ട്സ്, ആപ്രിക്കോട്ട് അങ്ങനെ ഒരു 5-6 ഐറ്റം പാക്ക് ചെയ്തിരുന്നു. അതൊക്കെ കഴിച്ചു ഇന്നത്തെ ലഞ്ച് ഒതുക്കി. കുറച്ചങ്ങെത്തിയപ്പോൾ ലാൻഡ്സ്കേപ്പ് മാറാൻ തുടങ്ങി. ഡെക്കൻ പ്ലാറ്റുവിൻ്റെ പരന്ന ഭൂമിയിൽ നിന്നും ആരവല്ലി ഹിൽസിൻ്റെ കുന്നും മലകളും. കേരളത്തിൽ അതിരപ്പള്ളിയൊക്കെ പോയ പോലെ ഫീലിംഗ് ആയിരുന്നു. മഴക്കാലമായതുകൊണ്ട് നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു. നോൺ സ്റ്റോപ്പായി ഓടിച്ചെങ്കിലും ഉദയ്പൂർ എത്തിയപ്പോൾ സമയം 6 മണിയായി. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് സിറ്റിക്കുള്ളിലെ ഹോട്ടലുകളൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. സിറ്റിയിൽ നിന്നും കുറച്ചു മാറി ബാബുജി ജോധ്പൂർ പാലസ് എന്ന ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. റൂംസ് വലുതായിരുന്നു, പക്ഷെ ഒട്ടും വൃത്തിയില്ല, മെയിൻറ്റെയിൻഡുമല്ല. ഈ ട്രിപ്പിലെ ആകെ മോശം എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റിയത് ഈ റൂമിലെ സ്റ്റേ ആയിരുന്നു. ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ സമയം 7 മണി. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ 7 മണിയായെന്ന് വിശ്വസിക്കാൻ പാടാണ്. എനിക്കും അതിശയമായിരുന്നു അത്. ഒരു രാജസ്ഥാനി ഥാലി കഴിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രജ്വാഡി ഥാൽ എന്ന ഹോട്ടലിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. ലഞ്ചിനൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു അൺലിമിറ്റഡ് ഥാലിയായിരുന്നു. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഹോട്ടലിൻ്റെ ആംബിയൻസും ഫുഡും രണ്ടും എനിക്കിഷ്ടമായി. വളരെ എക്സെപ്ഷണൽ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ തീർച്ചയായും അത് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും. കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് അവരുടെ ട്രഡീഷണൽ തൊപ്പിയും വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഇറങ്ങി. ലെന്തി ഡ്രൈവിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഡേ റാപ്പ് ചെയ്ത് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. നാളെ ഇനി ഡ്രൈവ് ഒന്നുമില്ല. ഒരു ഫുൾ ഡേ ഉദയ്പൂരിലെ കാഴ്ചകൾ കാണാൻ മാറ്റി വെച്ചേക്കുവാണ്.